ഇപ്പോൾ നമ്മൾ പ്രവാസി ക്ഷേമനിധി പെൻഷൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ അടക്കാനുള്ള എമൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ ഒരുപാട് എമൗണ്ടുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ പല ആളുകളും പറയുന്നുണ്ട് അടച്ചിട്ടുണ്ട്, വീണ്ടും അവിടെ എമൗണ്ട് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എമൗണ്ട് പല രീതിയിലാണ് കാണിക്കുന്നത്. അത് എന്താണ് എന്നുള്ളതൊന്ന് വ്യക്തമാക്കി തരാമോ എന്ന് പല ആൾക്കാരും നമ്മളോട് മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ളൊരു വീഡിയോ ആണെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മളെ പ്രവാസി വെൽഫെയറിൻ്റെ വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളിവിടെ ക്വിക്ക് പേയ്മെൻ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ശേഷം നമ്മളിവിടെ മെമ്പർഷിപ്പ് നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ മെമ്പർഷിപ്പ് നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ക്യാപ്ചയൊക്കെ അടിച്ചതിന് ശേഷം ഇവിടെ ഷോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. ഡീറ്റെയിൽസ് വന്നതിന് ശേഷം ഇവിടെ ഒരുപാട് എമൗണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എമൗണ്ട് എന്തൊക്കെയാണ് എന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് ഇവിടെ റെഡ് കളറിൽ കാണിക്കുന്ന എമൗണ്ട് ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ ടു ബി പെയ്ഡ് അപ്പ് ടു പെൻഷൻ എന്നാണ്. അതായത് നമ്മൾ ജോയിൻ ചെയ്തിട്ട് നമ്മൾ പെൻഷൻ പ്രായം എത്തുന്നത് വരെ നമ്മൾ അടയ്ക്കാനുള്ള ഒരു എമൗണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ 55 വയസ്സിന് ശേഷം ജോയിൻ ചെയ്ത ഒരാളാണെങ്കിൽ ഇവിടെ വെറും 21,000 രൂപയെ കാണുകയുള്ളൂ. കാരണം അദ്ദേഹം 5 വർഷം അടച്ചാൽ മതി. ഇനി 55 വയസ്സിന് മുന്നേ ജോയിൻ ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ അവർ എത്ര വർഷം അടക്കണം എന്നുള്ളതാണ്. 60 വയസ്സ് വരെ അടക്കണം. 60 വയസ്സ് വരെയുള്ള എമൗണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 39ാമത്തെ വയസ്സിലൊക്കെ ജോയിൻ ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ടോട്ടലി അടയ്ക്കേണ്ട എമൗണ്ടാണ് ഇവിടെ 94,150 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഈ റെഡ് കളറിൽ കാണിക്കുന്ന എമൗണ്ട് നിങ്ങൾ പെൻഷൻ പ്രായം എത്തുന്നത് വരെ അടക്കാനുള്ള എമൗണ്ടാണ്. ഇനി രണ്ടാമത്തെ എമൗണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ ടു ബി പെയ്ഡ് അപ് ടു കറൻറ്റ് ഡേറ്റ്. നമ്മൾ ഈ ചെക്ക് ചെയ്യുന്ന ദിവസത്തിൽ നമ്മൾ എത്രയാണോ ഇതിലേക്ക് അടക്കാനുള്ളത് ആ ഒരു എമൗണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ നിലവിൽ എനിക്ക് 11,900 ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തത് മുതൽ ഈ കറൻറ്റ് ഡേറ്റ്, അതായത് നമ്മൾ ഇന്നത് ചെക്ക് ചെയ്യുന്ന ഈ ഒരു ഡേറ്റ് വരെ അടക്കാനുള്ള എമൗണ്ടാണ് രണ്ടാമതായി കാണിക്കുന്നത്. ഇനി മൂന്നാമതായി കാണിക്കുന്നത് ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ പെയ്ഡ് എന്നതാണ്. അതായത് നമ്മൾ ഇന്നത്തെ ഡേറ്റ് വരെ നമ്മൾ ഇതുവരെ അടച്ചിട്ടുള്ള ടോട്ടൽ എമൗണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിവിടെ 11,200 ആണ് കാണിക്കുന്നത്. ടോട്ടൽ എനിക്ക് ഈ ഒരു മാസം വരെ അല്ലെങ്കിൽ ഈ ഒരു ഡേറ്റ് വരെ അടക്കാനുള്ളത് 11,900 ആണ്. അപ്പോൾ മൂന്നാമതായിട്ട് കൊടുത്തിട്ടുള്ള ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ പെയ്ഡ് എന്ന് പറയുന്നത് നിങ്ങൾ അടച്ചിട്ടുള്ള എമൗണ്ടാണ്. അത് ഞാനിവിടെ 11,200 ആണ് ടോട്ടൽ അടച്ചിട്ടുള്ളത്. ഇനി നാലാമതായി കാണിക്കുന്ന എമൗണ്ട് പെൻഡിങ് ആണ്. അപ്പോൾ നിലവിൽ എനിക്ക് ഈ ഒരു ഡേറ്റ് വരെ അടക്കാനുള്ള എമൗണ്ടാണ് 700 രൂപ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഡേറ്റ് വരെ എനിക്ക് അടക്കാൻ ടോട്ടലുള്ള എമൗണ്ട് ഇവിടെ 11,100 രൂപയാണ്. അതിലേക്ക് ഞാൻ 11,200 രൂപ അടച്ചു. അപ്പോൾ എനിക്ക് ഈ ഒരു മാസം വരെ പെൻഡിങ് ഉള്ള എമൗണ്ട് 700 രൂപയാണ്. അപ്പോൾ ഇതാണ് ആ ഒരു കണക്ക്. പെൻഡിങ് ഉള്ള എമൗണ്ട് ഇവിടെ 700 രൂപയാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു വർഷത്തിലധികം പെൻഡിങ് വന്നു കഴിഞ്ഞാൽ ഇവിടെ പെനാൽറ്റി കൂടി അടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു വർഷത്തോളം, അതായത് 11 മാസത്തോളം നമ്മൾ അടക്കാതിരുന്നു കഴിഞ്ഞാൽ 12ാമത്തെ മാസമാകുമ്പോൾ നമുക്ക് ഈ ഒരു അംശാദായത്തിൻ്റെ കൂടെ പെനാൽറ്റി കൂടി വരും. ഏകദേശം ഒരു വർഷത്തേക്കുള്ള 4,200 എമൗണ്ട് നിലവിൽ നമ്മൾ അത് ഒരു വർഷത്തോളം അടക്കാതിരുന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 700 അല്ലെങ്കിൽ 600 രൂപയോളാണ് പെനാൽറ്റി വരുന്നത്. 700നും 600നും ഇടയിലുള്ള ഒരു എമൗണ്ടാണ് പെനാൽറ്റി ആയിട്ട് വരുന്നത്. പക്ഷേ ആ ഒരു പെനാൽറ്റി എന്ന് പറയുന്നത് നമ്മൾക്ക് കൊറോണ കാലത്തുള്ള ഇളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പെനാൽറ്റിയാണ്. ശരിക്കും അതിനും കൂടുതൽ പെനാൽറ്റി വരും. ആ ഒരു പെനാൽറ്റി, കൊറോണ കാലത്തുള്ള ഇളവ് ഈ ഒരു മാർച്ച് 31 കൂടിയിട്ട് ബോർഡ് നിർത്തലാക്കാൻ പോവാണ്. അപ്പോൾ നിലവിൽ കുടിശ്ശികയും പെനാൽറ്റിയൊക്കെ ഉള്ള ആളുകൾ അത് ഈ ഒരു മാർച്ച് 31 മുന്നേ ആയിട്ട് അടച്ച് തീർക്കുക. മാർച്ച് 31 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കൊറോണ കാലത്തെ ഇളവ് അവർ നിർത്തലാക്കാൻ പോവാണ്. അപ്പോൾ ചിലപ്പം ഒരു വർഷത്തേക്കുള്ള പെനാൽറ്റി എമൗണ്ട് നിലവിലുള്ള 700 രൂപയിൽ നിന്നും അധികമാവാൻ ചാൻസ് ഉണ്ട്. അത് എത്രയാണെന്ന് കറക്റ്റ് അറിയില്ല, പക്ഷേ ഒരുപാട് കൂടുതലായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആകുന്ന സമയത്ത് നമുക്ക് അടക്കാൻ കാണിക്കുന്ന എമൗണ്ടുകൾ. ഇപ്പോൾ നമുക്കിവിടെ പെൻഡിങ് എമൗണ്ട് ഇവിടെ 700 കാണിക്കുന്നത് കൊണ്ട് തന്നെ ടോട്ടൽ അടക്കാനുള്ള എമൗണ്ട് ഇവിടെ 700 എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എത്രയാണോ പെൻഡിങ് അതുപോലെ തന്നെ പെനാൽറ്റി ഒക്കെ ഉള്ളത് അത് ഈ ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ടോട്ടൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇവിടെ കാണിക്കും. അപ്പോൾ അതാണ് നിങ്ങൾ അടക്കേണ്ടതായിട്ടുള്ള എമൗണ്ട്. ഇനി ചിലപ്പോൾ നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്ത പാടെ തന്നെ ചിലപ്പോൾ ഒരു വർഷത്തേക്കൊക്കെ അടച്ചു കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് അടക്കാനുള്ള എമൗണ്ട് ഒരു 350 അല്ലെങ്കിൽ 700 ആയിരിക്കും കാണിക്കുക. നിങ്ങൾ അടച്ച എമൗണ്ട് ഇവിടെ കാണിക്കും, ഇവിടെ താഴെ 0 കാണിക്കും. അപ്പോൾ അത്തരത്തിൽ കാണിക്കുമ്പോൾ ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഇത് എങ്ങനെയാണ് കാൽക്കുലേഷൻ എന്ന്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞത് കൃത്യമായി എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് റെഡ് മാർക്കിൽ കാണിക്കുന്നത് നമ്മൾ ജോയിൻ ചെയ്തത് മുതൽ പെൻഷൻ കാലയളവ് വരെ നമ്മൾ അടക്കേണ്ട തുകയാണ്. രണ്ടാമത് നമ്മൾ അതൊരു ചെക്ക് ചെയ്യുന്ന സമയം വരെ, ഏത് മാസത്തിലാണോ നമ്മളിത് ചെക്ക് ചെയ്യുന്നത് ആ ചെക്ക് ചെയ്യുന്ന മാസം വരെ അടക്കാനുള്ള എമൗണ്ടാണ്. മൂന്നാമതായിട്ട് കാണിക്കുന്നതാണ് നമ്മൾ നിലവിൽ അതിലേക്ക് അടച്ചിട്ടുള്ള എമൗണ്ടാണ് കാണിക്കുന്നത്. പിന്നെ പെൻഡിങ് ഉണ്ടെങ്കിൽ പെൻഡിങ് കാണിക്കും, അതുപോലെ പെനാൽറ്റി ഉണ്ടെങ്കിൽ പെനാൽറ്റി കാണിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളിപ്പോൾ വെബ്സൈറ്റ് ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് കാണിക്കുന്നത്. ഇത് വലിയൊരു ഉപകാരമാണ്. കാരണം നമ്മൾ എത്രയാണ് ടോട്ടലി പെൻഷനിലേക്ക് അടക്കാനുള്ളത് എന്ന് നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. നേരത്തെ അത്തരത്തിലുള്ള ഓപ്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അടക്കാനുള്ള തുകയിലേക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ഒരുമിച്ച് അടക്കാനായിട്ട് സാധിക്കും. ഒരുമിച്ച് അടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഈ ഒരു പേയ്മെൻറ്റ് മോഡ് എന്ത് ചെയ്യുക, സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക.
ശേഷം താഴെ നിങ്ങൾക്ക് അടക്കാനുള്ള പെൻഡിങ് എമൗണ്ട് ആയിരിക്കും വരിക. അത് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രയാണോ അടക്കാൻ പറ്റുന്നത് അത്രയും എമൗണ്ട് നിങ്ങൾക്ക് ഇവിടെ അടക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ എമൗണ്ട് ക്ലിയർ ചെയ്തിട്ട് പേ നൗ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ള എമൗണ്ട് എത്രയാണോ ആ ഒരു എമൗണ്ട് മാത്രമായിരിക്കും നമുക്ക് ടോട്ടലി ഇതിലേക്ക് അടക്കാനായിട്ട് സാധിക്കുക. അതിൽ അധികമായി നമുക്ക് എമൗണ്ട് അടക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ നിങ്ങൾ ഓരോ മാസവും പെൻഡിംഗ് ഉള്ള എമൗണ്ട് അല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു ടോട്ടൽ റെഡ് കളറിൽ എത്രയാണോ കൊടുക്കുന്നത് അതിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ അടക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഇവിടെ സെലക്ട് ചെയ്തിട്ട് അടച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആർക്കെങ്കിലും പ്രവാസി വെൽഫെയർ പെൻഷനും നോർക്ക കാർഡൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി.